Hello everyone, this is Mohammed AlFan. Welcome to 2 Minutes Excel Tips. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഈസ് ലോജിക്കൽ ഫങ്ഷൻസ്. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് 2019 വേർഷൻ എക്സൽ ഷീറ്റിലാണ്. അപ്പോൾ ഞാൻ ഈ സെല്ലിൽ കേഴ്സർ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ടു ഈസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് കാണാം. ഓൾമോസ്റ്റ് 14 ഈസ് ഫങ്ഷൻസ് ഉണ്ട് എക്സലിൽ. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു 7 ഫങ്ഷൻസ് ക്വിക്കായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് എങ്ങനെയാണുള്ളത് 1 by 1 നോക്കാം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഷീറ്റിലേക്ക് പോകുന്നു. ഇവിടെ കാണാം ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ്, സാമ്പിൾ ഡാറ്റ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഫോർമുല ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു കോളം ഉണ്ട്. അപ്പം ഞാൻ ഓരോന്ന് കാണിച്ചത്. ഫോർ എക്സാമ്പിൾ ഇത് ബ്ലാങ്ക് സെല്ലാണ്. എനിക്കറിയുന്നത് സെല്ല് ബ്ലാങ്ക് ആണോ ഉള്ളത്, അതിനാണ് മെയിനായിട്ട് ഈസ് ബ്ലാങ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് വരാം ട്രൂ ഓർ ഫോൾസ്. ട്രൂ മീൻസ് ബ്ലാങ്ക് ആണ്, ഫോൾസ് മീൻസ് അതിന് ഞാൻ ഓപ്പോസിറ്റ്. ഈസ് ഈക്വൽ ടു ഈസ് ബ്ലാങ്ക്. സി ഓപ്പൺ ബ്രാക്കറ്റ്, ഈ സെല്ല് സെലക്ട് ചെയ്തു, ശേഷം ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ. സി ഇറ്റ്സ് ട്രൂ. ഞാൻ ജസ്റ്റ് ഡ്രാഗ് ഡൗൺ ചെയ്തു ഈ സെല്ലിലേക്ക്. ഇറ്റ്സ് ഫോൾസ്. ഒന്നുകൂടി ഡ്രാഗ് ഡൗൺ ചെയ്തു, ഇറ്റ്സ് ട്രൂ. കാരണം ഇവിടെ ബ്ലാങ്ക് ആണ്, ഇവിടെ ബ്ലാങ്ക് ആണ്. ക്ലിയർ? ഈ നെക്സ്റ്റ് ഈസ് ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു IST. സി ഈസ് ടെക്സ്റ്റ്, ഓപ്പൺ ബ്രാക്കറ്റ് ഓട്ടോമാറ്റിക്കലി വന്നു, റെസ്പെക്റ്റീവ് സെല്ല് സെലക്ട് ചെയ്തു, ക്ലോസ് ദി ബ്രാക്കറ്റ്. യെസ്, ഇറ്റ്സ് ട്രൂ. ഞാൻ ഇവിടെ ലൈഫ് ഈസ് ഗുഡ്, അത് ടെക്സ്റ്റാണ് കംപ്ലീറ്റ്. അതിന് പകരം ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തത്. സി ഇറ്റ്സ് ഫോൾസ്. സെയിം വേ ഞാൻ ജസ്റ്റ് നമ്പേഴ്സും ടൈപ്പ് ചെയ്തു, ഇവിടെ ഫോൾസ് വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുന്നു എക്സൽ. സി ഈവൻ എക്സലിൻ്റെ കൂടെ നമ്പേഴ്സ് ആൽഫാ ന്യൂമറിക്കൽ ആണെങ്കിലും ഇത് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എക്സലിൻ്റെ കൂടെയാണ് 20 ടൈപ്പ് ചെയ്തു. സി ഇറ്റ്സ് ട്രൂ. ഓക്കെ, ഈ നെക്സ്റ്റ് ഈസ് നമ്പേഴ്സ്. ഈസ് നമ്പേഴ്സ്, ഓപ്പൺ ബ്രാക്കറ്റ് സെലക്ട് ചെയ്തു, ക്ലോസ് ദി ബ്രാക്കറ്റ്. ഇറ്റ്സ് ട്രൂ. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലെറ്റർ ടൈപ്പ് ചെയ്തു, ഇറ്റ്സ് ഫോൾസ്. ഞാൻ ആൽഫാ ന്യൂമറിക്കൽ അടിച്ചു. സി ഇറ്റ്സ് സ്റ്റിൽ ഫോൾസ്. കാരണം ഇത് ഓൾറെഡി കൺസിഡർ ചെയ്തത് ടെക്സ്റ്റ് ആയിട്ടാണ്. ജസ്റ്റ് ബാക്ക് ടു നമ്പേഴ്സിലേക്ക് ടൈപ്പ് ചെയ്തു, ഇറ്റ്സ് ട്രൂ. ഓക്കെ, അടുത്തതാണ് ഡേറ്റ് എന്നുള്ളത്. ഡേറ്റും നമ്പേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡേറ്റ് എന്നുള്ള ഈ ഫോർമാറ്റ് സിസ്റ്റം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഈ ഹൈഫണ് പകരം \/ കൊടുക്കണം, എൻ്റർ. സി ഇറ്റ്സ് ഫോൾസ്. കാരണം സിസ്റ്റം ഓൾറെഡി ഫോർമാറ്റ് ചെയ്തത് ഹൈഫൺ വെച്ചിട്ടാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഹൈഫൺ മോഡിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇനി ഈവൻ ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് ഡേറ്റ് ജസ്റ്റ് ഒന്ന് 14th March 2012. കാരണം ഇപ്പോൾ ഒരു അസംഷൻ ഉണ്ട്, ഓക്കെ മാർച്ച് ടെക്സ്റ്റ് ആണ്, അതുകൊണ്ട് എന്തായാലും ഫോൾസ് ആയി കാണിക്കും. ഓക്കെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ട്രൂ ആയി കാണിക്കുള്ളൂ. കാരണം ഡേറ്റ് എന്നുള്ളത് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത് നമ്പേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഈസ് എറർ. ഇത് ലിസ്റ്റ് ഓഫ് എറേഴ്സ് ആണ്. ഞാൻ ഇവിടെ ഈ ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈസ് എറർ, ഈസ് എറർ, ഓപ്പൺ ബ്രാക്കറ്റ് സെലക്ട്, ക്ലോസ് ദി ബ്രാക്കറ്റ്. സി കംപ്ലീറ്റ് ട്രൂ ആണ്. നേരെ മറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈഫ് ടൈപ്പ് ചെയ്തു, ഇറ്റ്സ് ഫോൾസ്. ഇത് എറർ അല്ല, റൈറ്റ്? അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ സി ഇവിടെ ഇറ്റ്സ് ഫോൾസ്. കാരണം എക്സലിന് ഓൾറെഡി അറിയാം ഏതൊക്കെയാണ് ലിസ്റ്റ് ഓഫ് എറേഴ്സ് എന്നുള്ളത്. അതുകൊണ്ടാണ് ലോജിക്കൽ ഫംഗ്ഷൻസ് ഇടയപ്പം അതിൻ്റെ റിസൾട്ടായിട്ട് ട്രൂ ആയി കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഈസ് NA, അതായത് നോട്ട് അപ്ലിക്കബിൾ. കാരണം എറർ ഫംഗ്ഷൻസ് തന്നെയാണ്, പക്ഷേ എവിടെയൊക്കെ നോട്ട് അപ്ലിക്കബിൾ ഉണ്ടോ അവിടെ മാത്രമേ റിസൾട്ട് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അവിടെ കഴ്സർ പ്ലേസ് ചെയ്തു, ഈസ് ഈക്വൽ ടു ഈസ് NA, ഓപ്പൺ ബ്രാക്കറ്റ് സെലക്ട് ചെയ്തു, ക്ലോസ് ദി ബ്രാക്കറ്റ്. ഇറ്റ്സ് ഫോൾസ്. ഡ്രാഗ് ചെയ്യുന്നു, ഇവിടെ ട്രൂ ആയി കാണിച്ചു. ജസ്റ്റ് കോപ്പി ചെയ്തു, ഇവിടെ കാണാം ട്രൂ, റൈറ്റ്? ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഈസ് NAൻ്റെ പേർപ്പസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് 2 ഫോർമുല ഞാൻ ഒരു ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ കാരണം ഇത് 2013 ശേഷമാണ് ഇത് എക്സൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതിൽ ഈസ് ഫോർമുല വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 100 എന്ന് കാണാം, റൈറ്റ്? പക്ഷേ ഈ 100 എന്നുള്ളത് നമ്പേഴ്സ് അല്ല, ഫോർമുലയാണ്. നിങ്ങൾ ഈ ഫോർമുല ബാറിൽ കാണാം 50 + 50, റൈറ്റ്? സോ നമുക്ക് എങ്ങനെയാണ് ഈസ് ഫോർമുല അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. ഞാൻ റെസ്പെക്റ്റീവ് സെൽ സെലക്ട് ചെയ്തു, ഈക്വൽ ടു ഈസ് ഫോർമുല, ബ്രാക്കറ്റ് സെലക്ട് ചെയ്തു ആൻഡ് ക്ലോസ് ദി ബ്രാക്കറ്റ്. ഇറ്റ്സ് ട്രൂ. ഞാൻ ഫോർമുല ഡിലീറ്റ് ചെയ്തു, ജസ്റ്റ് 100 മാനുവലി ടൈപ്പ് ചെയ്തു. സി ഇറ്റ്സ് ഫോൾസ്. നേരെ മറിച്ച് ഈസ് ഈക്വൽ ടു 1 + 1, എൻ്റർ. ഇറ്റ്സ് ട്രൂ. ഓക്കെ, ഈസ് റെഫറൻസ് ഉദ്ദേശിക്കുന്നത് സെയിം ഈസ് NAൻ്റെ പോലെ തന്നെ നമുക്ക് എവിടെയൊക്കെ ഈസ് റെഫറൻസ് ഉണ്ടോ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു ഈസ് റെഫറൻസ്, ഓപ്പൺ ബ്രാക്കറ്റ് സെലക്ട് ചെയ്തു ആൻഡ് ക്ലോസ് ദി ബ്രാക്കറ്റ്. ഇറ്റ്സ് ട്രൂ. ക്ലിയർ? ഇനി ഏതൊക്കെ സിറ്റുവേഷനിൽ അത് ഉപയോഗിക്കൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം, റൈറ്റ്? ഫോർ എക്സാമ്പിൾ 2, 3, 4 ആൻഡ് ഇസ് ഈക്വൽ ടു 9 + 1. ഫോർ എക്സാമ്പിൾ ഇതൊരു 4000 ലൈൻ ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഇതിൽ നമുക്ക് വിസിബിലിറ്റി ഇപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഓൺലി നമ്പേഴ്സാണ് കാണിക്കുന്നത്.
പക്ഷേ എനിക്കറിയണം ഇതിൽ ഏതൊക്കെ സെല്ലിലാണ് ഫോർമുല അപ്ലൈ ചെയ്യുന്നുള്ളത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഈസ് ഫോർമുല from bracket, select this cell and close the bracket and double click. See, it's true. ഇത് മാത്രം ഫിൽട്ടർ ചെയ്താൽ മതി, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ പേർപ്പസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എല്ലാവരും. എന്തായാലും all the best and thank you.